നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാർജ അൽ നഹദിയയിലെ ഫ്ളാറ്റിൽ സമുച്ചയത്തിൽ മലയാളി യുവതിയും 5 വയസ്സുള്ള മകളും വീണു മരിച്ച സംഭവത്തിൽ സർവത്ര ദുരൂഹത. ദുരന്തം നടക്കുന്നതിന് തലേ ദിവസം രാത്രിയും ഈ ഫ്ളാറ്റിൽ കടുത്ത കുടുംബ വഴക്ക് നടന്നിരുന്നതായും ഇതേ തുടർന്ന് ഷാർജ പോലീസ് ഇവിടെ എത്തിയിരുന്നതായും അയൽവാസികൾ വെളിപ്പെടുത്തി. ഇതിനിടെ അർഷയ്ക്ക് കടുത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ഭർത്താവ് തന്നോട് പറഞ്ഞിരുന്നതായി കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരനും വ്യക്തമാക്കിയിട്ടുണ്ട്. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്ന ഭർത്താവുമായി യുവതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമാണ് ആയത്. കഴിഞ്ഞ 7 വർഷത്തിലേറെയായി ഇവർ ഇതേ ഫ്ളാറ്റിലാണ് താമസിച്ചിരുന്നത്. ദമ്പതികൾക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ദുരൂഹത തുടരുകയാണ്. 32 നിലകളുള്ള കെട്ടിടത്തിന്റെ 15ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് 5 വയസ്സുകാരിയായ മകളെ താഴേക്ക് എറിഞ്ഞ ശേഷമാണ് 35-കാരിയായ അമ്മ ജീവനൊടുക്കിയത്. 6 നിലകളിലെ പാർക്കിംഗ് സൗകര്യവും ജിംനേഷ്യവും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കൂടി കണക്കാക്കുമ്പോൾ ഏകദേശം 22 നിലകളുടെ ഉയരത്തിൽ നിന്നാണ് ഇരുവരും താഴേക്ക് പതിച്ചതെന്നാണ് ദൃക്സാക്ഷികളുടെ കെട്ടിടത്തിലെ ജീവനക്കാർ നൽകുന്ന വിവരം. കണ്ണൂർ അഴീക്കോട് പതിയപറമ്പ് പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ആർഷ അഷിതയിൽ ആർഷയും ഏകമകൾ റുഹിയുമാണ് മരിച്ചത്. ഏതാനും വർഷമായി ഭർത്താവ് നിഹിലിനൊപ്പം ഷാർജ അൽ നഹദിയയിൽ സഹാറ മാളിന് സമീപത്തെ ഫ്ളാറ്റിലാണ് ഇവർ താമസിച്ചിരിക്കുന്നത്. സ്വന്തമായി ഓൺലൈൻ ബിസിനസ് നടത്തി വരികയായിരുന്നു അർഷ. നിഹാലിന്റെ പിതാവും സഹോദരനും ഭാര്യയും കുടുംബവും എല്ലാം UAE-യിൽ തന്നെയാണ് താമസം. ആർഷയുടെ സഹോദരി അഷിതയും ഇവരുടെ തൊട്ടടുത്ത ഫ്ളാറ്റിലാണ് താമസം. അഴീക്കോട് സ്വദേശി TK പുരുഷോത്തമൻ ഗീതാ ദമ്പതികളുടെ മകളാണ് ആർഷ. പുരുഷോത്തമൻ ഷാർജയിലെ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ആർഷയും മറ്റും പഠിച്ചതും വളർന്നതുമെല്ലാം ഗൾഫിൽ തന്നെയാണ്. ബുധനാഴ്ച രാവിലെ 7:15 പ്രവാസി സമൂഹത്തെ ഒന്നടങ്കം നടുക്കിയ ദുരന്തം. വലിയൊരു ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോഴാണ് റോഡിലും സമീപത്തെ നടപ്പാതയിലുമായി ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയുടെയും മകളുടെയും മൃതദേഹങ്ങൾ കണ്ടത്. കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരൻ പറഞ്ഞു. ഉടൻ തന്നെ പോലീസും ആംബുലൻസും വിഭാഗത്തിൽ വിവരമറിയിച്ചു. സുരക്ഷാ സേന സ്ഥലത്തെത്തി പ്രവേശനം പൂർണ്ണമായും വളഞ്ഞ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും തുടർന്ന് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. കേസ് ആത്മഹത്യയായി രജിസ്റ്റർ ചെയ്ത ഷാർജ പോലീസ് തുടർ നടപടികൾക്കായി കേസ് ഫയലുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട്. യുവതിയുടെ ഭർത്താവ് നിഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. തലേ ദിവസം ഫ്ളാറ്റിൽ കുടുംബ വഴക്കുണ്ടായപ്പോൾ എന്തിനാണ് പോലീസ് എത്തിയതെന്നും ദമ്പതികൾക്കിടയിൽ മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഭർത്താവിന്റെ വാദങ്ങളും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും. ഏവരോടും എപ്പോഴും പുഞ്ചിരിയോടെ മാത്രം പെരുമാറിയിരുന്ന കുരുന്നിന്റെയും അമ്മയുടെയും അപ്രതീക്ഷിത വിയോഗം കെട്ടിടത്തിലെ താമസക്കാരെയും സുഹൃത്തുക്കളെയും കടുത്ത ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ദിവസവും രാവിലെ സ്കൂളിൽ പോകാൻ പിതാവിനൊപ്പം ഇറങ്ങുമ്പോൾ കൈവീശി യാത്ര പറഞ്ഞിരുന്ന ആ കൊച്ചുമിടുക്കിയുടെ മുഖം ഇപ്പോഴും കണ്ണിൽ നിന്ന് മാറിയിട്ടില്ലെന്നാണ് കെട്ടിടത്തിലെ ജീവനക്കാർ സങ്കടത്തോടുകൂടി ഓർക്കുന്നത്.